ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. By the fear of the Lord, one departs from evil. ഒരാൾ ഈ പറഞ്ഞ പോലെ ദോഷം വിട്ടകലണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവഭയമുള്ളത് കൊണ്ട് ദോഷം വിട്ടകലും. ഇന്ന് ലോകം ദോഷത്തിലേക്ക് അധികം നടന്നെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ദോഷം വിട്ട് അകന്നകന്നു പോയിക്കോളാം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ്? ദൈവഭയം ഉള്ളിലുണ്ട്. നാട്ടിലെ നിയമത്തിൻ്റെ കാഠിന്യമല്ല, നമ്മുടെ ഉള്ളിൽ ദൈവഭയമുള്ളത് കൊണ്ട് നമ്മൾ ദോഷം വിട്ടകന്നു പോവും. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. The fear of the Lord is to hate evil. നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്, ഇപ്പം ഹെയ്റ്റ്. എനിക്കൊരു ദോഷം കണ്ട ഐ ഹേറ്റ് ഇറ്റ്. ഇന്ന് ദോഷം കണ്ടിട്ട് ആരും ഐ ഹേറ്റ് യു എന്ന് പറയുന്നില്ല. ഭർത്താവും ഭാര്യയും അന്യോന്യം കണ്ടിട്ട് ഐ ഹേറ്റ് യു. ഇപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടിയാണ്, ഭാര്യയും ഭർത്താവും അന്യോന്യം കണ്ട ഐ ഹേറ്റ് യു അല്ലേ? മക്കൾ ദേഷ്യം വരുമ്പോൾ ഇപ്പം നേരെ ഡാഡ ഐ ഹേറ്റ് യു, മമ ഐ ഹേറ്റ് യു. ഇതിപ്പോൾ ഒരു കോമൺ ടെർമിനോളജിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹേറ്റ് ചെയ്യേണ്ടത് ഈവിൾ, ദോഷത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്. പക്ഷേ ഇന്ന് ദോഷത്തെ നമുക്ക് വെറുക്കാൻ കഴിയുന്നില്ല, പകരം നമ്മൾ അന്യോന്യം വെറുക്കുക. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവഭയം ഹൃദയത്തിലില്ല. എത്ര പേരെ സമ്മതിക്കും പ്രിയപ്പെട്ടവരെ? സംതിങ് ഈസ് മിസ്സിങ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഫിയർ ഓഫ് ഗാഡ് ഈസ് മിസ്സിങ്. അതുകൊണ്ടാണ് നമ്മൾ ദോഷത്തെ വെറുക്കുന്നതിന് പകരം നമ്മൾ അന്യോന്യം വെറുക്കുന്നു. അപ്പനെ ചുട്ടുകൊല്ലുന്നു, അമ്മയെ തല്ലിക്കൊല്ലുന്നു, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുന്നു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഇതൊക്കെ ദൈവഭയം ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവഭയമില്ല.